കുറേ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് ഫിൽറ്റർ എങ്ങനെ എടുക്കാൻ അറിയില്ല, അതേപോലെ ഫിൽറ്റർ എങ്ങനെ സർവീസ് ചെയ്യാൻ അറിയില്ല എന്ന്. ഇത് വലിയ റിസ്ക് ഉള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്കറിയാലോ, ഇത് എ സിയുടെ ഒരു സൈഡാണ്, കണ്ടില്ലേ, ഒരു കട്ടിങ് പോലെ. അതേപോലത്തെ അപ്പുറത്തെ സൈഡിലും ഉണ്ട്. ഇവിടെ ഇത് നമുക്ക് ആ രണ്ട് കട്ടിങ്ങിലും കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ഒരു വിരൽ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ കട്ടിങ് ഇല്ലെങ്കിലും ഈ സൈഡ് ഉണ്ടാവില്ലേ, അവിടെ നമ്മളൊന്ന് ജസ്റ്റ് വിരൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തള്ളിയാൽ മതി, അഥവാ ഇങ്ങോട്ട് വലിച്ചാൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇതിൻ്റെ ഫിൽറ്റർ ഫുള്ള് ബ്ലോക്കാണ്. ഇനി ഫുള്ള് ബ്ലോക്കായത് മുകൾ ഭാഗം ഒന്ന് കാണിച്ചു തരാം. ഇല്ലേ, എ സി ഫുൾ ബ്ലോക്കാണ്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ കുറേ ടൈം എടുക്കും നമ്മളെ കംപ്രസർ കട്ട് ഓഫ് ആവാൻ. ഇതും കൂടി ഒരു കാരണമാണ് നമുക്ക് കറണ്ട് ബില്ല് കൂടുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് നമ്മൾ 2 മാസത്തിലൊരിക്കലെങ്കിലും എ സിയുടെ ഫിൽറ്റർ ക്ലീൻ ചെയ്യണമെന്ന്. ഇപ്പോൾ പ്രത്യേകിച്ച് ചൂടുകാലം വരികയാണ്, അപ്പോൾ എല്ലാവരും എ സി ഉപയോഗിക്കുന്നതിന് മുന്നേ ഫിൽറ്റർ ക്ലീൻ ചെയ്യാം. അതേപോലെ തന്നെ ഇന്നലെ ഒരാൾ മെസ്സേജ് അയച്ചിരുന്നു, നമ്മളെ ഡ്രെയിനേജിൽ കൂടെ തേനീച്ച കൂട് കൂട്ടിയെന്നൊക്കെ. അതെങ്ങനെ വരുന്നത് വെച്ചാൽ കുറേ കാലം നമ്മൾ ഉപയോഗിക്കാതിരുന്നാലാണ് അങ്ങനെ വരാറ്. എ സി ഒക്കെ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ, കാരണം എപ്പോഴും അത് ഡ്രൈ ആയിരിക്കുന്നത് കൊണ്ടാണ് തേനീച്ച കടന്നതിലൊക്കെ നമ്മുടെ ഡ്രെയിനേജിൻ്റെ പൈപ്പിൽ കൂടെ വന്നിട്ട് കൂട് കൂട്ടുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓണാക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നം വരില്ല. ഇതിങ്ങനെ ജസ്റ്റ് എടുത്താൽ മതി. ഇതേപോലെ ഇങ്ങനെ വലിച്ചാൽ ഫിൽറ്റർ വരും. അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പിടിച്ച് വലിച്ചാൽ മതി. ഇത് രണ്ടും ഫുള്ള് ബ്ലോക്കാണ് ഫിൽറ്റർ. ഇപ്പോൾ നമ്മൾ വെള്ളം ഇങ്ങോട്ടല്ല, വെള്ളം ആദ്യം ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് അടിച്ചു കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് ഈ ചെളി പോകും. നേരെ കുറച്ച് ഫ്രണ്ട് സൈഡിലേക്ക് അടിച്ചു കൊടുത്താൽ കുറേ ടൈം എടുക്കും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ സോപ്പോ അല്ലെങ്കിൽ സോപ്പിൻ്റെ ലിക്വിഡ് ഉണ്ടാവില്ലേ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഷാമ്പൂ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതേപോലെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ക്ലീൻ ആക്കിയാൽ മതിയാവും. പിന്നെ അത് തിരിച്ചിടുമ്പോൾ ഈ കട്ടിങ് കണ്ടില്ലേ, ഇതാണ് ഈ 2 കട്ടിങ്ങിൻ്റെ ഇടയിലേക്ക് നമ്മൾ കറക്റ്റ് ഫിൽറ്റർ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് ഇങ്ങനെ തള്ളി കൊടുക്കുക. പിന്നെ അതേപോലെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ലോക്ക് ഉണ്ടായിരിക്കും. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. കട്ടിങ് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ തള്ളി കൊടുത്താൽ മതി ഫിൽറ്റർ. കഴിഞ്ഞു. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഗ്രില്ല് അടച്ച് കൊടുക്കുക, എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ബസ് ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് ഫിൽറ്റർ ക്ലീൻ ചെയ്യാവുന്നതാണ്. നമ്മൾ വീട്ടിൽ വല്ല സീലിങ്ങിൻ്റെയോ അല്ലെങ്കിൽ പെയിൻറ്റിൻ്റെ ഒക്കെ വർക്ക് നടക്കുമ്പോൾ നമ്മുടെ ഈ എ സിയുടെ ടോപ്പ് ഭാഗം ഉണ്ടല്ലോ, അത് കവർ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫിൽറ്ററൊക്കെ ഇതേപോലെ പെയിൻ്റ് ആയാൽ എന്താ വെച്ചാൽ ഫിൽറ്റർ പിന്നെ ബ്ലോക്ക് ആവും. ഫിൽറ്റർ നല്ല ബ്ലോക്ക് ആയാലാണ് ഈ കാണുന്ന പോലെ കോയിൽ പിന്നെ ബ്ലോക്ക് ആവുക. അത് കണ്ടില്ലേ, അപ്പോൾ കോയിൽ കുറച്ച് ബ്ലോക്ക് ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ഫിൽറ്റർ എപ്പോഴും ക്ലീൻ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കോയിലിന് ഇത്രയും പ്രശ്നം വരില്ല. ഇതിപ്പോൾ ഈ ഫിൽറ്റർ ഫുള്ള് ബ്ലോക്കായിരുന്നു, ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ കണ്ടില്ലേ, എ സി വർക്കാകുമ്പോൾ പെട്ടെന്ന് കൂളിംഗ് ആക്കാൻ പറ്റും. നേരെ മറിച്ചിട്ട് ഫുള്ള് ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കംപ്രസർ കുറേ ടൈം വർക്ക് ചെയ്യേണ്ടി വരും. അതിപ്പോൾ ഏത് എ സി ആണെങ്കിലും, ഇൻവെർട്ടർ എ സി ആണെങ്കിൽ പോലും നമ്മൾ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ ആവാൻ കുറേ ടൈം എടുക്കും.
അപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ വല്ല സീലിങ്ങിൻ്റെ വർക്കോ അല്ലെങ്കിൽ അതേപോലെ പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ AC അഴിച്ച് വെക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ AC ഫുള്ളായിട്ട് നമ്മളെന്ത് പണിയുക, കവർ ചെയ്ത് വെക്കുക. AC അഴിച്ച് വെക്കണമെന്നില്ല, ഫുള്ളായിട്ട് കവർ ചെയ്ത് വെച്ചാലും മതി.